ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് നമ്മളൊരു കവിതാ സമാഹാരമാണ് പറയുന്നത്. ഒറ്റിക്കൊടുത്താലും എന്നെ എൻ സ്നേഹമേ. ഇത് ആരുടെ കവിതാ സമാഹാരമാണ്? പ്രഭാവർമ്മ. പ്രഭാവർമ്മയുടെ കവിതാ സമാഹാരമാണ് ഒറ്റിക്കൊടുത്താലും എന്നെ എൻ സ്നേഹമേ. ഒറ്റിക്കൊടുത്താലും എന്നെ എൻ സ്നേഹമേ ആരുടെ കവിതാ സമാഹാരമാണ്? പ്രഭാവർമ്മ. അപ്പോൾ ഇങ്ങനെ ചോദിക്കാം, ഒറ്റിക്കൊടുത്താലും എന്നെ എൻ സ്നേഹമേ ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു? ഇത് കവിതാ സമാഹാരമാണ്. ആരുടേതാ? പ്രഭാവർമ്മയാണ്. ഓക്കെ, സർക്കാർ മേഖലയിൽ ആർത്തവ അവധി പ്രഖ്യാപിച്ച ആദ്യ സംസ്ഥാനം ഏതാണ്? ബീഹാറാണ്. സർക്കാർ മേഖലയിൽ ആർത്തവ അവധി പ്രഖ്യാപിച്ച ആദ്യ സംസ്ഥാനം ബീഹാറാണ്. ജാതി സെൻസസ് പുറപ്പെടുവിച്ച ആദ്യത്തെ സംസ്ഥാനം ചോദിച്ചാലും അത് ബീഹാറാണ്. ജാതി സെൻസസ് പുറപ്പെടുവിച്ച ആദ്യത്തെ സംസ്ഥാനം ബീഹാറാണ്. രണ്ടാമത്തെ സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. മൂന്നാമത്തേത് ചോദിച്ചാൽ തെലങ്കാനയാണ്, അല്ലെ? അപ്പോൾ സർക്കാർ മേഖലയിൽ ആർത്തവ അവധി പ്രഖ്യാപിച്ച ആദ്യത്തെ സംസ്ഥാനം ബീഹാർ. ജാതി സെൻസസ് പുറപ്പെടുവിച്ച ആദ്യത്തെ സംസ്ഥാനം ചോദിച്ചാൽ ബീഹാർ. രണ്ടാമത്തേത് ആന്ധ്രാപ്രദേശ്. മൂന്നാമത്തേത് തെലങ്കാന. ഓക്കെ അല്ലേ? ഒറ്റിക്കൊടുത്താലും എന്നെ എൻ സ്നേഹമേ ആരുടെ കവിതാ സമാഹാരമാണ്? പ്രഭാവർമ്മയുടേതാണ്. സർക്കാർ മേഖലയിൽ ആർത്തവാവധി പ്രഖ്യാപിച്ചത് ബീഹാറാണ്, ആദ്യത്തെ സംസ്ഥാനം. എന്നാൽ കോളേജ് വിദ്യാർത്ഥിനികൾക്ക് ആർത്തവാവധി, പ്രസവാവധി എന്നിവയൊക്കെ പ്രഖ്യാപിച്ച ആദ്യത്തെ സംസ്ഥാനം അത് നമ്മുടെ സ്വന്തം കേരളമാണ്. കോളേജ് വിദ്യാർത്ഥിനികൾക്ക് ആർത്തവാവധി, പ്രസവാവധി പ്രഖ്യാപിച്ച സംസ്ഥാനം കേരളമാണ്. ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനം ഏതാ ഇന്ത്യയിലെ? അതും കേരളമാണ്. ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനവും കേരളമാണ്. ഓക്കെ, സർക്കാർ മേഖലയിൽ ആർത്തവാവധി പ്രഖ്യാപിച്ചത് ബീഹാർ. എന്നാൽ കോളേജ് വിദ്യാർത്ഥിനികൾക്ക് ആർത്തവാവധിയും പ്രസവാവധിയും പ്രഖ്യാപിച്ചത് കേരളമാണ്. വനിതാ ദിനത്തിൽ വനിതാ ജീവനക്കാർക്ക് അവധി നൽകിയ സംസ്ഥാനം തെലങ്കാന. സൂപ്പറാണ് അല്ലെ? വനിതാ ദിനത്തിൽ വനിതാ ജീവനക്കാർക്ക് അവധി നൽകിയത് തെലങ്കാനയാണ്. പുരുഷന്മാർ മാത്രമായിരിക്കും ഇല്ലയോ അന്ന് ജോലി ചെയ്യാനായിട്ട് പോകുന്നത്? ഓക്കെ, യെസ്, വനിതാ ദിനത്തിൽ വനിതാ ജീവനക്കാർക്ക് അവധി നൽകിയത് തെലങ്കാന. സർക്കാർ മേഖലയിൽ ആർത്തവാവധി ബീഹാർ. കോളേജ് വിദ്യാർത്ഥിനികൾക്ക് ആർത്തവാവധി, പ്രസവാവധി കേരളം. വനിതാ ദിനത്തിൽ വനിതാ ജീവനക്കാർക്ക് അവധി നൽകിയത് എവിടെയാണ്? തെലങ്കാനയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ട്രാൻസ്ജെൻഡേഴ്സിന് അധ്യാപന നിയമനത്തിൽ 1% സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം കർണാടക. ഏതാണ്? ട്രാൻസ്ജെൻഡേഴ്സിന്, ഭിന്നലിംഗക്കാർക്ക് അധ്യാപന നിയമത്തിൽ 1% സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം അത് കർണാടകയാണ്. യെസ്, അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഓൾറെഡി PSC ചോദിച്ച കഴിഞ്ഞ ചോദ്യം. പൂർണ്ണമായും സ്ത്രീലിംഗ പദത്തിൽ എഴുതിയ ഇന്ത്യയിലെ ആദ്യ ബില്ല് ഏതാണ്? പൂർണ്ണമായും സ്ത്രീലിംഗ പദത്തിൽ, ശ്രീലങ്കയല്ല, സ്ത്രീലിംഗ പദത്തിൽ എഴുതിയ ഇന്ത്യയിലെ ആദ്യത്തെ ബില്ല് പൊതുജനാരോഗ്യ നിയമം 2023. അതെവിടെയാ? കേരളത്തിലാണ് പാസ്സാക്കുന്നത്, അല്ലെ? കേരളത്തിൽ ആ ബില്ല് വരുന്നത് പൊതുജനാരോഗ്യ നിയമം 2023, കേരളം. അപ്പോൾ എന്തായിരുന്നു ചോദ്യം? പൂർണ്ണമായും സ്ത്രീലിംഗ പദത്തിൽ എഴുതിയ ഇന്ത്യയിലെ ആദ്യത്തെ ബില്ല് ചോദിച്ചു കഴിഞ്ഞാൽ അത് പൊതുജനാരോഗ്യ നിയമം 2023. കേരളത്തിലെ അവതരിപ്പിച്ച ബില്ലായ പൊതുജനാരോഗ്യ നിയമം 2023 ആണ് പൂർണ്ണമായും സ്ത്രീലിംഗ പദത്തിൽ എഴുതിയ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ബില്ല്. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ നാഷണൽ പാർക്ക് ഏതാണ്? ഇതും ചോദിച്ച ചോദ്യമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ നാഷണൽ പാർക്ക് ഇരവികുളമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ നാഷണൽ പാർക്ക്, കാർബൺ രഹിത ദേശീയോദ്യാനം ഇരവികുളമാണ്. കേരളത്തിൽ ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഇരവികുളമാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ നാഷണൽ പാർക്ക്. എന്നാൽ ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ എയർപോർട്ട് ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ എയർപോർട്ട് ചോദിച്ചാൽ അത് ഏതാ? ലേ അഥവാ ലഡാക്ക് എയർപോർട്ടാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ എയർപോർട്ട് ഏതാ? അത് ലേ എയർപോർട്ടാണ്. അല്ലെങ്കിൽ കുഷോക് ബാക്കുളെ റിംപോച്ചെ എയർപോർട്ടാണ്. കുഷോക് ബാക്കുളെ റിംപോച്ചെ എന്ന് ഓർത്തിരുന്നാലും മതി. ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നതും ഏത് തന്നെയാണ്? ലേ എയർപോർട്ട് തന്നെയാണ്. യെസ്, അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ നാഷണൽ പാർക്ക് ഇരവികുളമാണ്. പോർട്ട് ബ്ലെയറിന്റെ പുതിയ പേരെന്താ? ചോദിച്ചു കഴിഞ്ഞ ചോദ്യമാണ്. പോർട്ട് ബ്ലെയറിന്റെ പുതിയ പേര് ശ്രീവിജയപുരമാണ്. പോർട്ട് ബ്ലെയറിന്റെ പുതിയ പേര് എന്താണെന്ന് ചോദിച്ചാൽ ശ്രീവിജയപുരം. പോർട്ട് ബ്ലെയറിന്റെ പുതിയ പേര് ഇത് ആൻഡമാൻ നിക്കോബാറിന്റെ ക്യാപിറ്റൽ അല്ലേ പോർട്ട് ബ്ലെയർ? ഓക്കെ, വീർ സവർക്കർ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്ന പോർട്ട് ബ്ലെയർ അല്ലേ? പോർട്ട് ബ്ലെയറിന്റെ പുതിയ പേര് ശ്രീവിജയപുരമാണ്. ശ്രീവിജയപുരം. ശ്രീവിജയ, ശ്രീശൈലം, ശ്രീസഖ്യ, അതൊക്കെ ശ്രീജയ ഏതൊക്കെ എന്തിന്റെ സങ്കരനമാണ്? മരച്ചിനിയുടെ സങ്കരനമാണ്. ഇവിടെ പറഞ്ഞത് ശ്രീവിജയപുരമാണ്. പോർട്ട് ബ്ലെയറിന്റെ പുതിയ പേര് ശ്രീവിജയപുരം. ഓക്കെ, ഒന്നുകൂടെ നോക്കിക്കോ. ഒറ്റിക്കൊടുത്താലും എന്നെ എൻ സ്നേഹമേ കവിതാ സമാഹാരം പ്രഭാവർമ്മയുടെ.
ഏത്? സർക്കാർ മേഖലയിൽ ആർത്തവാവധി പ്രഖ്യാപിച്ച ആദ്യത്തെ സംസ്ഥാനം ബീഹാർ. കോളേജ് വിദ്യാർത്ഥിനികൾക്ക് ആർത്തവാവധിയും പ്രസവാവധിയും പ്രഖ്യാപിച്ചത് കേരളം. വനിതാ ദിനത്തിൽ വനിതാ ജീവനക്കാർക്ക് അവധി നൽകുന്ന സംസ്ഥാനം ഏതാണ്? തെലങ്കാനയാണ്. ട്രാൻസ്ജെൻഡേഴ്സിന് അധ്യാപന നിയമനത്തിൽ 1% സംവരണം ഏർപ്പെടുത്തിയത് കർണാടക. പൂർണ്ണമായും സ്ത്രീലിംഗ പദത്തിൽ എഴുതിയ ഇന്ത്യയിലെ ആദ്യത്തെ ബില്ല് പൊതുജനാരോഗ്യ നിയമം 2023 കേരളത്തിലാണ് പാസ്സാക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ നാഷണൽ പാർക്ക് ചോദിച്ചാൽ ഇരവികുളമാണ്. പോർട്ട് ബ്ലെയറിന്റെ പുതിയ പേര് എന്താണ്? ശ്രീ വിജയപുരമാണ്. ഓക്കെ, താങ്ക് യു.